ആന്റി നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. പ്രത്യേകിച്ച് ആ മാമ്പഴ പുളിശ്ശേരി. കല്യാണത്തിന് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം വേണം അതിഥികൾക്ക് കൊടുക്കാൻ. ഞാനും മനസ്സിലതങ്ങ് വിചാരിച്ചേ ഉള്ളൂ നന്ദന. അതിനെന്താ, ഇവിടത്തെ ചീഫ് കുക്കായ സരോജിനിയമ്മ തന്നെ നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും പാചകത്തിന്റെ മേൽനോട്ടം വയ്ക്കട്ടെ. ആന്റി എനിക്ക് ഇവിടുത്തെ അടുക്കള ഒന്ന് കാണുന്നുണ്ട്. അതിനെന്താ, നന്ദന മോൾക്ക് എവിടെ വേണമെങ്കിലും കാണാമല്ലോ. കഴിച്ചിട്ട് അങ്ങോട്ട് പോയി കളയാം. ഓക്കെ. ഭഗവാനെ, നീ കാത്തു. ആ ദാസേട്ടന്റെ മോള് കല്യാണം ഇല്ലായിരുന്നെങ്കിൽ. ഈ വിലാസിനിയോടാ കളി. ഭഗവാനെ, ചതിച്ചല്ലോ. ഇനി എന്ത് ചെയ്യും? ഊണിനിരുന്നും കഴിഞ്ഞു. സരോജിനി ചേച്ചി പേടിക്കണ്ട, ഇനി ഒരു മാർഗേ ഉള്ളൂ. ഇവിടുത്തെ ജോലിക്കാർക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണം അതിഥികൾക്ക് വിളമ്പുക. അപ്പൊ ജോലിക്കാര് പട്ടിണിയാവില്ലേ മോളെ? അത് കല്യാണി ഏറ്റു. 10 മിനിറ്റിനുള്ളിൽ അവർക്കുള്ള ഭക്ഷണം ഈ കല്യാണി റെഡിയാക്കും. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. അതിനു മുമ്പ് ഒരു ജോലി ബാക്കിയുണ്ട്. മാർക്കേ, ഇത് മതി. ഇനി ആരും പട്ടിണി കിടക്കണ്ട, എല്ലാവർക്കും ഉള്ള ഫുഡ് റെഡിയാ. കല്യാണി സ്പെഷ്യൽ. ഇനി എനിക്ക് സമാധാനമായിട്ട് പോവാലോ. ശരി മോളെ. അനിയൻകുട്ട, വാ പോവാ. ഇവനെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഞാനും വരാം. ശരി ചേച്ചി, വാ പോവാ. സരോജം, ദേ മേഡം വരുന്നു. അയ്യോ, മോളെ, ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇന്നത്തെ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിയത് ഇവരാണ്. ഇത് ചീഫ് ഷെഫ് സരോജം. ഓ, ആരാ ഇത് ചെയ്തത്?
ഇത് തുറന്നു വെക്കാൻ പാടില്ലെന്നറിയില്ലേ? സോറി മാഡം. മോളെ, ഈ സരോജത്തിന്റെ കൈപുണ്യമാണ് ഇന്നത്തെ പാചകം. ആണോ? ഈ തറവാട്ടിലെ തലമുറകളായിട്ടുള്ള പാചക ഇനങ്ങളൊക്കെ സരോജത്തിന് അറിയാം. ഇത്രയും നല്ല ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാൻ ആന്റിയോട് പറഞ്ഞു, നിശ്ചയത്തിനും കല്യാണത്തിനൊക്കെ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാന്ന്. ശരി കുഞ്ഞെ. ഇത് വാങ്ങിച്ചോളൂ. ഇത്രയും നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കി തന്ന കൈക്ക് എന്റെ വക ഒരു സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട. വേണ്ട കുഞ്ഞെ. ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ വേണ്ടെന്ന് പറയരുത്. ആന്റി വാങ്ങാൻ പറ ആന്റി. സരോജം, ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷായി. ആ മോളെ. ഇത് കണ്ടോ? അല്ല, അവരെന്തേ? പോയി. കല്യാണി, എല്ലാരും പോയോ ചേച്ചി? എന്നെ ആരും കണ്ടില്ലല്ലോ. ഒരു കുഴപ്പമില്ല, എല്ലാരും പോയി. ദേ, ഇത് കണ്ടോ? വലിയ വിലയായി കാണുമല്ലോ ചേച്ചി. 2 പവന സാധനം. 2 പവനോ? ഇന്ന ഇത് മോള് വെച്ചോ. അയ്യോ, എനിക്ക് വേണ്ട. അങ്ങനൊന്നും പറയരുത്, വാങ്ങിക്കും മോളെ. സരോജിനി ചേച്ചിക്ക് തന്നത് ചേച്ചി തന്നെ വെച്ചാ മതി. കല്യാണിക്ക് അടുപ്പം മാത്രം മതി. ഇത് നല്ല രുചിയുള്ള ആഹാരം പാചകം ചെയ്തതിന് കിട്ടിയ സമ്മാനമാണ്. അത് കഷ്ടപ്പെട്ട ആഹാരം പാചകം ചെയ്ത ആൾക്ക് തന്നെ കിട്ടണം. വാങ്ങിക്കും മോളെ. വേണ്ട ചേച്ചി, എനിക്ക് പേടിയാ ഇതൊക്കെ. മോളെ, ഇത് നീ കട്ടതും മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ. മോളിത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചേക്ക്. വാങ്ങിക്ക്, വാങ്ങിക്ക്. ഇത് ആരും അറിയണ്ട. അറിഞ്ഞാ ചിലപ്പോ. ആരും അറിയില്ല. പോരെ. മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് എൻ്റെ കുട്ടിക്ക് തരാനായിട്ട്. മോളിതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. അമ്മൻ്റെ കുട്ടിക്ക് തരുന്ന സ്ത്രീധനം ഇത്. ആദ്യമായിട്ടും അവസാനമായിട്ടും.
ചേച്ചി എന്തു പറ്റി? കല്യാണി മോളെ എന്തു പറ്റി? എനിക്ക് അവസാനമായിട്ട് എന്റെ അമ്മയെ സ്വർണം തന്നത് സ്വർണ്ണ കമ്മലായിരുന്നു. ജീവനെ പോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തന്നതാ. അത് സൂക്ഷിക്കാനാവാത്ത പാപിയാ ഞാൻ. അതിനുശേഷം ഇപ്പോഴാ എനിക്കൊരാള് സ്വർണം തരുന്നേ. എനിക്ക് എന്റെ അമ്മയാ ഓർമ്മ വന്നത്. അതിനാണ് മോള് കരയുന്നത്. മോളുടെ അമ്മ തന്നെ ഇത് തന്നതെന്ന് കരുതിയാ മതി. കണ്ണീര് തുടയ്ക്ക്. മോള് കരയരുത്. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കണം. അതാ ഈ കല്യാണിക്ക് അഴക്. മോള് ചിരിച്ചേ നോക്കട്ടെ. ആ ചിരിക്ക്. മിടുക്കി. ചെല്ല്. മോളെ, ആരും ഇല്ല ഇവിടെ? ചായ കിട്ടിയില്ല. ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുക? ഗുഡ് ഈവനിങ് പിതാശ്രീ. ഇതെന്തോന്ന് ഭാഷ? രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അച്ഛാ, ഇന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാ. സമ്മാനം കൊള്ളല്ലോ, നോക്കട്ടെ. സ്വർണ്ണാണോ? 2 പവനാച്ചാ. ആഹാ, മോൾക്കിതാരാ തന്നെ? പറയാം. ഇന്ന് ആ നന്ദിനി കുടുംബം വന്നില്ലായിരുന്നോ? ആ, അവരുടെ കണ്ണിപ്പെടാതിരിക്കാൻ ഞാനും അനിയൻകുട്ടനും ഒളിച്ചിരുന്നപ്പോ ഇവന്റെ കാലില് കുപ്പിച്ചിലുകൊണ്ട് കേറി. അയ്യോ, എന്നിട്ട് മുറിഞ്ഞോടാ? നോക്കട്ടെ. വലിയ മുറിവാണോടാ? സാരമില്ല അച്ഛാ, ചെറിയ മുറിവാ, മാറ്. അച്ഛൻ ഇത് കേക്ക്. ഇവന്റെ കാല് മുറിഞ്ഞ് ചോര ഒഴുകിയപ്പോ മരുന്ന് വെച്ച് കെട്ടാൻ ഞാൻ പെട്ടെന്ന് ആ കയറ് ചാടി മാഡത്തിന്റെ അടുക്കളയിലേക്ക് ഓടി. ഔട്ട് ഹൗസിനെയും ഈ വീടിനെയും ചുറ്റി ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് താണ്ടി ഒരു കാലത്തും ഇവളീ വീട്ടിലേക്ക് വരാൻ പാടില്ല. അതാണ് എന്റെ തീരുമാനം. വളരെ നന്ദിയുണ്ട് മാഡം. എന്റെ മോളിന് ഒരു അബദ്ധവും കാണിക്കില്ല. തെറ്റിച്ചാൽ ബാക്കി ഇപ്പം ഞാൻ പറയുന്നില്ല. മിണ്ടരുത്. നീ ഒരു പെണ്ണാണോടി? മാനം മര്യാദ എന്താന്ന് നിനക്കറിയോ? അറിയാവുന്നു? വേണ്ട. ഒരു തെറ്റായി, 2 തെറ്റായി. നീ എല്ലാവരും കൊലക്ക് കൊടുത്തിട്ടാണല്ലോ. ക്ഷമിക്കും തോറും നെറുകിൽ കാർക്കിച്ച് തുപ്പ നീ ചെയ്തേ. കയർ കെട്ടി തിരിച്ച് നിന്നെ ഇവിടെ നിർത്താൻ മാഡം സമ്മതിച്ചത് എന്നോടുള്ള ഇഷ്ടമാ, അല്ല നിന്റെ അഴക് കണ്ടിട്ടല്ല. ശരി, അവര് പറയുന്ന പോട്ടെ. നിന്റെ തന്തയായ ഞാൻ പറയുന്നതെങ്കിലും നിനക്ക് അനുസരിച്ചൂടായിരുന്നോ? ഞാൻ സരോജിനി ചേച്ചിയെ കാണാനാ. മതി, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തള്ളയില്ലാത്ത കുഞ്ഞല്ലേന്ന് കരുതി
ഞാൻ ഒരുപാട് ലാളിച്ചു. മക്കളെ തല്ലിയെ വളർത്താവൂ, അല്ലെങ്കിൽ ഇതുപോലത്തെ തലയെറിച്ച ജന്മങ്ങളായിട്ട് വളരും. അച്ഛ, അനിയൻകുട്ടിന്റെ കാല് മുറിച്ച് ചോര വന്നപ്പോ നിനക്ക് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരോട് വിളിച്ച് പറഞ്ഞാ പോരായിരുന്നോ? അത് നീ ചെയ്തില്ല. ഓ, അങ്ങനെ ചെയ്താൽ അടുത്ത കുഴപ്പം കാണിക്കാൻ പറ്റില്ലല്ലോ. കിട്ടിയതൊക്കെ നോക്കി നീ കയറി ചാടി. നീ ചാടിയത് കയറല്ല, ഈ പാവപ്പെട്ട തന്തയുടെ അന്തസ്. ഇപ്പൊ നീ എന്റെ മോളാന്ന് പറയാൻ തന്നെ എനിക്ക് നാണ. നീ നേരത്തെ പോയി നന്നായിന്നാ എനിക്കിപ്പോ തോന്നുന്നേ. ഇതൊന്നും കാണുക അനുഭവിക്കുകയും വേണ്ടല്ലോ. നീ ഭാഗ്യവതിയാ, ഭാഗ്യവതി. അച്ഛ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മതി, നീ പറയുന്ന കേട്ട് കേട്ട് ഈ അവസ്ഥയിലെത്തി. നീ ആളുകളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല, ആരെ അനുസരിക്കുകയില്ല. ആരോ ആണെന്ന ഭാവത്തില് ഓരോന്ന് കാട്ടിക്കൂട്ടുക. നിന്നോട് ക്ഷമിച്ച് നിന്നെ തിരികെ വിളിച്ചതാ മാഡം ചെയ്ത തെറ്റ്. ഇപ്പോതാ മരുന്നെന്ന് പറഞ്ഞു പോയി സ്വർണം കട്ടോണ്ട് വന്നിരിക്കുന്നു. കൊള്ളി. എനിക്ക് മടുത്തു. നീ എവിടേക്ക് പോയി ചത്ത തോലി. ശല്യം. അച്ഛനെന്നെ വിളിച്ചത് കേട്ടില്ലേ? കള്ളീന്ന്. അമ്മയുടെ മോള് ഇന്നുവരെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല അമ്മ. അമ്മയ്ക്ക് അറിയാലോ സത്യം. അച്ഛൻ എന്നെ അടിച്ചാൽ എനിക്ക് വിഷമമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് അച്ഛൻ കേട്ടില്ലല്ലോ അമ്മ. എന്നോട് എവിടെയെങ്കിലും പോയി ചാവാനാ പറഞ്ഞത്. ഞാനും അങ്ങ് അമ്മയുടെ അടുത്ത് വരട്ടെ. ചത്തു തോലാനല്ലേ അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെ കള്ളീന്ന് പേര് കേൾക്കുന്നതിൽ നല്ലത് ചാവുന്നതാ. ഞാനും വരാം അമ്മയുടെ അടുത്തേക്ക്.